ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മേഘന മുരളി ചേരുകയാണ്. മേഘന, പറയൂ. ദിലീപ് കുമാർ അതിൽ പ്രധാനമായും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വീണ്ടും ഒരു വിമർശനവുമായി രംഗത്ത് വരികയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല, അവിടെ സൗകര്യങ്ങൾ ഉണ്ടാകണം, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രി കേരളത്തിന് ആവശ്യമാണ് എന്നുള്ളതാണ്. അതിൽ നേരത്തെ തന്നെ ഹാരിസ് ചിറക്കൽ ഇത്തരത്തിൽ തന്റെ വകുപ്പിനെതിരെയും വകുപ്പിലെ ഉപകരണക്ഷാമത്തിനെ കുറിച്ചൊക്കെ വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചതാണ്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇത്തരത്തിൽ ഈ കൊല്ലം സ്വദേശിയായിട്ടുള്ള വേണുവിന്റെ മരണത്തിനടക്കം വലിയ വിമർശനം ഉന്നയിക്കുന്നത്. അതിൽ തറയിൽ കിടത്തി ചികിത്സിച്ചതിൽ വലിയ വിമർശനം. വേണുവിനെ കിടത്തിയിരുന്നത് തറയിലാണ്. തറയിൽ എങ്ങനെയാണ് ഒരാളെ കിടത്തുക, കൂടാതെ ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, കൂടാതെ ആധുനിക സംസ്കാരത്തിൽ തറയിൽ കിടത്തി ചികിത്സിക്കുക, അതുപോലെ തന്നെ ഇത്രയും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജിൽ തറയിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രധാനമായും ഹാരിസ് ചിറക്കൽ ചോദിക്കുകയാണ്. കൂടാതെ ഈ കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങൾ, മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചതാണ്. അന്ന് വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയുണ്ടായി. അന്ന് സമൂഹവും മാധ്യമങ്ങളും കൂടെ നിന്നു. പക്ഷേ ന്യൂനത കാണിക്കുമ്പോൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് പാത്രമാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഹാരിസ് ചിറക്കൽ പറയുകയാണ്. ഈ വിമർശനങ്ങളിൽ ആരെയും കുറ്റപ്പെടുത്തുകയായിരുന്നില്ല ലക്ഷ്യം, മറിച്ച് നിരവധി പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശോച്യാവസ്ഥ വിശദീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ് ഇനി സർക്കാർ മേഖലയിൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രധാനമായും പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.